بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين أما بعد പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തു മസദിൻ്റെ തഫ്സീറാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ذات ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹطബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു ഈ സൂറത്തിലൂടെ, തബ്ബത് യദാ അബീ ലഹബിൻ, അബൂലഹബിൻ്റെ ഇരു കൈകളും നശിച്ചു പോകട്ടെ. വതബ്, അവൻ നശിച്ചിരിക്കും. അബൂലഹബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടിയ ശത്രുക്കളിൽ, ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും കടുത്ത വിരോധികളിൽ, അവരുടെ തലവന്മാരിൽ ഒരാളായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറെ അടുത്ത കുടുംബ ബന്ധമുണ്ടായിട്ടുകൂടി നബിയുടെ അതേ ഗോത്രക്കാരനാണ്, ഖുറൈശിയാണ്, ബനൂ ഹാഷിംകാരനാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയുടെ നേരെ സഹോദരനാണ്. എന്നിട്ടുകൂടി അയാൾക്ക് എന്നേക്കുമായ ദൗർഭാഗ്യമാണ് വിധിക്കപ്പെട്ടത്. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്ത് പുണ്യം നേടുന്നു. എന്താണ് അവർ ഓതുന്നത്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിൻ്റെ ഇരു കൈകളും നശിക്കട്ടെ, അവൻ തുലഞ്ഞു പോയിരിക്കുന്നു. യാ സുബ്ഹാനല്ലാഹ്, ഇതിനുമപ്പുറം ഒരു ദൗർഭാഗ്യം ഒരാൾക്ക് എന്തു വരാനുണ്ട്? ഇതിനുമപ്പുറം ഒരാൾക്ക് ഒരു നാശം ഇനി എന്തു വരാനുണ്ട്? അന്ത്യനാൾ വരെയുള്ള മുസ്ലിമീങ്ങൾ ഈ മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിൻ്റെ ശാപവാക്കുകൾ, റബ്ബ് അവൻ ഒരുക്കി വെച്ച ശിക്ഷയെക്കുറിച്ചുള്ള വാചകങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നു. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. നോക്കൂ, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുന്ന ദുഷിച്ച കർമ്മങ്ങളുടെ ഫലം അയാളെ എത്ര വലിയ നാശത്തിലെത്തിക്കും എന്നതിനുള്ള ഉദാഹരണമാണിത്. ഈ ആയുസ്സിനിടയിൽ ചില കാര്യങ്ങളുണ്ട്, ചില അപകടങ്ങളുണ്ട്. അതിലെങ്ങാനും നമ്മൾ പെട്ടുപോയാൽ കാത്തിരിക്കുന്നത് അവസാനിക്കാത്ത, ഒരിക്കലും തീർന്നു പോകാത്ത ദുരന്തവും നാശവുമായിരിക്കും. നഊദു ബില്ലാഹ്, റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരായിരുന്നു അബൂലഹബ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാണ്, നബിയുടെ പിതൃ സഹോദരനാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തു ശുഅറായിലെ വൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയെ താങ്കളുടെ അടുത്ത കുടുംബക്കാർക്ക് താക്കീത് നൽകുക എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ സഇദ സഫാ, സഫാ കുന്നിന്റെ മുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കയറി. ഫഹതഫ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, യാ സബാഹാ, യാ സബാഹാ, യാ സബാഹാ എന്ന വിളി ഒരു ശത്രു സൈന്യം ഒരു കൂട്ടരെ ആക്രമിക്കാൻ വരുമ്പോൾ അവരിൽ ആ ശത്രു സൈന്യത്തെ ആദ്യം കണ്ടയാൾ തൻ്റെ സമൂഹത്തിന്, തൻ്റെ പ്രിയപ്പെട്ടവർക്കും കുടുംബക്കാർക്കും താക്കീത് നൽകാൻ ഉപയോഗിക്കുന്ന അറബിയിലെ വാക്കാണ്. അപകടം വരാനിരിക്കുന്നു, രക്ഷപ്പെട്ടോളൂ എന്ന് പറയാൻ തൻ്റെ ജനതയോട് അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയുള്ള, അവർ അപകടത്തിൽ പെടരുത്, നാശത്തിൽ അകപ്പെട്ടു പോകരുത് എന്ന് അതിയായ ആഗ്രഹമുള്ള ആൾ വിളിച്ചു പറയുന്ന വാക്കാണ് യാ സബാഹാ. സഫാ കുന്നിന്റെ മുകളിൽ കയറി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുകയാണ്. ഫഖാലു മൻ ഹാദാ, അവർ ചോദിച്ചു ആരാണ്? ഫസ്തമഉ ഇലൈഹി,
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാർ അവർ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിളി കേട്ടവരെ ഒരുമിച്ച് ചേർന്നു. ഫഖാൽ, അപ്പോൾ നബി അവരോട് ചോദിച്ചു, അറഅയ്തും ഇൻ അഖ്ബർതുകും അന്ന ഖൈലൻ തഖ്റുജു മിൻ സഫ്ഹി ഹാദൽ ജബൽ അകുൻതും മുസദ്ദിഖി. ഇതാ ഈ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുകൂടെ ഒരു കുതിരപ്പട നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയില്ലേ? ഖാലു, അവർ പറഞ്ഞു, മാ ജറബ്ന അലൈക കദിബ. എങ്ങനെ വിശ്വസിക്കാതിരിക്കും? നിങ്ങളിൽ നിന്ന് ഇന്ന് വരെ ഒരു കളവ് ഞങ്ങൾ കേട്ടിട്ടില്ല. മുഹമ്മദ്, നീ ഇതുവരെ ഒരു കളവ് പറഞ്ഞതായി ഞങ്ങൾക്ക് അനുഭവമില്ല. ഖാല, അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. എങ്കിൽ അറിഞ്ഞുകൊള്ളുക, അല്ലാഹുവിന്റെ പരലോകത്തുള്ള കടുത്ത ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്ന നദീറാണ്, അല്ലാഹുവിന്റെ റസൂലാകുന്നു ഞാൻ. ഖാല അബൂ ലഹബ്, അവിടെ വന്നു ചേർന്ന കൂട്ടത്തിലുണ്ടായിരുന്ന അബൂ ലഹബ് അപ്പോൾ പറഞ്ഞു, തബ്ബൻ ലക്. അവൻ പറഞ്ഞ വാക്കാണ് നബിയോട്, തബ്ബൻ ലക് മാ ജമഅതനാ ഇല്ലാ ലിഹാദാ സുമ്മ ഖാം. അവൻ പറഞ്ഞു, തബ്ബൻ ലക്, നിനക്ക് നാശം, ഇതിനാണ് ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്. ഇത് പറഞ്ഞ് അവൻ എഴുന്നേറ്റു പോയി. ഫനസലത്, അല്ലാഹു അവതരിപ്പിച്ചു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അവൻ എന്ത് വാക്കാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, അതേ വാക്ക് അല്ലാഹു അവതരിപ്പിക്കുകയാണ്. നോക്കൂ, ഇങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുടക്കത്തിൽ തന്നെ മുന്നും പിന്നും നോക്കാതെ എതിർപ്പിന്റെ സ്വരമുയർത്തിയ, നബിക്ക് നേരെ ശാപവാക്കുകൾ ചൊരിഞ്ഞ കൊടിയ ദുഷ്ടനായിരുന്നു അബൂ ലഹബ്. നിങ്ങൾ നോക്കൂ, താരിഖ് ഇബ്നു അബ്ദില്ലാഹ് അൽ മുഹാരിബി, താരിഖ് ഇബ്നു അബ്ദില്ലാഹ് അൽ മുഹാരിബി റളിയല്ലാഹു അൻഹു എന്ന സഹാബി, അദ്ദേഹം പറയുകയാണ്, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യമായി കണ്ട കാഴ്ച, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നബി ആദ്യമായി കണ്ട കാഴ്ച എന്തായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. താരിഖ് ഇബ്നു അബ്ദില്ലാഹ് അൽ മുഹാരിബി എന്ന സഹാബി, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമുറു ഫീ സൂഖി ദിൽ മജാസ് വഅലൈഹി ഹുല്ലത്തുൻ ഹംറാ. ഞാൻ ദുൽ മജാസ് ചന്തയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കടന്നു പോകുന്നത് കണ്ടു. മക്കക്കാരുടെ പ്രധാനപ്പെട്ട 3 ചന്തകളുണ്ടായിരുന്നു, ഉക്കാൽ, ദുൽ മജാസ്, മജന്ന. ദുൽ മജാസ് ചന്തയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുന്നത് ഞാൻ കണ്ടു. ഒരു ചുവന്ന വസ്ത്രം ആയിരുന്നു നബി ധരിച്ചിരുന്നത്. വഹുവ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരുന്നു, അയ്യുഹന്നാസ്. മറ്റു ചില റിവായത്തുകൾ കാണാം, നബി അവിടുത്തെ ശബ്ദം പരമാവധി ഉയർത്തിയിട്ടാണ് ഇത് പറഞ്ഞത്, ഈ വാക്ക് പറഞ്ഞത്. ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ഓ ജനങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ നിങ്ങൾ, തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാം. ജനങ്ങൾ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, നിങ്ങൾക്ക് വിജയിക്കാം. തൗഹീദിലേക്ക് അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്. അത് പറയാൻ അവരോട് പറയുന്നു. എന്തുകൊണ്ടാണത്? അവർക്കതിൻ്റെ അർത്ഥം ഏറ്റവും നന്നായി അറിയാം. അവർ ശുദ്ധമായ അറബി ഭാഷ സംസാരിക്കുന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നാണ് അർത്ഥമെന്ന് അവർക്ക് നന്നായി അറിയാം. ഈ വാക്ക് പറഞ്ഞാൽ ഇനി റബ്ബല്ലാത്ത ഒരു ഇലാഹിനെയും വിളിച്ചു തേടിക്കൂടാ എന്നവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് അവരോടത് പറയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് പറഞ്ഞാൽ തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാം. ചന്തയിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ഉച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പോയി പറഞ്ഞു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇദ്ദേഹം കാണുകയാണ്, ഈ സഹാബി താരിഖ് ബിൻ അബ്ദില്ലാഹ്, വറജുലുൻ യത്തബിഉഹു, നബി ഇങ്ങനെ ഇത് പറഞ്ഞു പോകുന്നു, ഒരാൾ നബിയുടെ പിന്നാലെ നടക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ നടക്കുന്നു. വയർമീഹി ബിൽ ഹിജാറ, പിന്നാലെ നടക്കുക മാത്രമല്ല, നബിയെ കല്ലെറിയുന്നു. വഖദ് അദ്മാ കഅബഹു വഉർഖൂബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറുകൊണ്ട് നബിയുടെ കഅബിൽ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെരിയാണിയിലൂടെ രക്തമൊഴുകുന്നുണ്ട്. മടമ്പിന് മുകളിലുള്ള ആ എല്ലിലൂടെ, ആ ഭാഗത്ത്, ആ കട്ടിയുള്ള എല്ലുള്ള ഭാഗത്ത് അഥവാ കാൽപാദത്തിൻ്റെ പിൻഭാഗത്തുകൂടെയും രക്തമൊഴുകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകൾ രക്തമണിഞ്ഞിരിക്കുകയാണ്. കല്ലെറിഞ്ഞുകൊണ്ട് ഇയാൾ പറയുന്നു, വഹുവ യഖൂൽ യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ലാ തുതിഊഹ്,
ഇവൻ അനുസരിക്കരുത്, ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഫഇന്നഹു കദ്ദാബ്, ഇവൻ കദ്ദാബാണ്, കള്ളനാണ് എന്ന് പിന്നിൽ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹാദ, ആരാണിത്? ഫഖാലു ഇന്നഹു ഗുലാമു ബനി അബ്ദുൽ മുത്തലിബ്, ഇത് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾ, ആ പരമ്പരയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. ആരെക്കുറിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആളുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം വാദിക്കുന്നു അദ്ദേഹം അള്ളാഹുവിൻ്റെ നബിയാണ് എന്ന്. ഫഖുൽതു മൻ ഹാദ അല്ലദീ യത്തബിഉഹു വയർമീഹി ബിൽ ഹിജാറ, ഞാൻ ചോദിച്ചു ഇതാരാണ് ഈ പിന്നിലൂടെ നടന്ന് കല്ലെറിയുന്ന ആളാരാണ്? ഫഖാലു അബ്ദുൽ ഉസ്സ അബൂ ലഹബ്, ഈ പറയുന്ന ആളുടെ സ്വന്തം പിതൃവ്യനാണ്, ഉപ്പയുടെ സഹോദരനാണ്. അബ്ദുൽ ഉസ്സ എന്നാണ് പേര്, അബൂ ലഹബ് എന്നാണ് കുനിയത്ത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വിധം ദ്രോഹിച്ച ചിലർ ഇങ്ങനെ ആണ് നബിയെ കണ്ട കാഴ്ച തന്നെ, പിന്നാലെ നടന്ന് കല്ലെറിയുന്ന അബൂ ലഹബിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പ്രയാസങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി അനുഭവിച്ച പ്രയാസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കല്ലേറ് കിട്ടുന്നു എന്ന് മാത്രമല്ല, എറിയുന്നത് ആരാണ്? പുറത്തുള്ള ഒരാളല്ല. ഖദ്ദാബ് എന്ന് വിളിക്കുന്നത് പുറത്തുള്ള അന്യനായ ഒരാളല്ല, സ്വന്തം ഉപ്പയുടെ സഹോദരനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പ്രയാസവും നബി ക്ഷമിച്ച ക്ഷമയും എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചവനായിരുന്നു അബൂ ലഹബ്. അള്ളാഹു അവനെക്കുറിച്ച് ഈ സൂറത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, 2 തവണ ഈ ശാപവാക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അവൻ്റെ കാര്യം തബാബിലാണ്, നാശത്തിലാണ്. ഈ 2 തവണ എന്തുകൊണ്ട് ഇത് ആവർത്തിച്ചു? മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. ഇതിൽ ആദ്യത്തെ വാക്ക് തബ്ബത് യദാ അബീ ലഹബ്, അബൂ ലഹബിൻ്റെ ഇരു കരങ്ങൾ തുലഞ്ഞു പോകട്ടെ എന്നത് ആദ്യത്തേത് അവനെതിരിലുള്ള വാക്കാണ്, അങ്ങനെ സംഭവിക്കട്ടെ എന്ന വാക്കും. വതബ്, രണ്ടാമത്തേത് അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രയോഗം അറബികൾ പൊതുവെ പറയാറുണ്ട്. അവൻ നശിക്കട്ടെ, അവൻ നശിച്ചിരിക്കുന്നു. ഈ അർത്ഥമാണ് 2 തവണ ആവർത്തിച്ചതിനുള്ളത് എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. അതുപോലെ അവൻ്റെ ഇരു കരങ്ങൾ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. കാരണം ആ കരങ്ങൾ അവൻ്റെ അമലിനെ, അവൻ്റെ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കാനുള്ളത് കൂടിയാണ്. അവൻ്റെ കൈകൾ, അവൻ ചെയ്തു വെച്ചത് അതവനെ നാശത്തിൽപ്പെടുത്തിയിരിക്കുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. നോക്കൂ, അബൂ ലഹബ് എന്നത് അവൻ്റെ വിളിപ്പേരാണ്, കുനിയത്ത് എന്ന് പറയും, വിളിപ്പേരാണ്. ആ പേരാണ് ഖുർആനിൽ ഇവിടെ അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. അബൂ ലഹബ് എന്നവനെ ആളുകൾ വിളിക്കാനുള്ള കാരണം അവൻ്റെ മുഖം നല്ല തിളക്കമുള്ള മുഖമായിരുന്നു എന്നാണ്. കണ്ടാൽ മുഖം നല്ല തിളങ്ങുന്ന മുഖമായിരുന്നു. അതുകൊണ്ട് അവനെ ആളുകൾ വിളിച്ചിരുന്ന പേരാണ് അബൂ ലഹബ് എന്ന്. പക്ഷേ നോക്കൂ, ആ പേര് ലഹബാകുന്ന, ലഹബുള്ള, ലഹബ് എന്നാൽ തീജ്വാലകൾ, ജ്വലിക്കുന്നത് എന്നതിനർത്ഥമുണ്ട്. ആ ജ്വലിക്കുന്ന തീയിനാണ് അവൻ്റെ ആ മുഖം യോജിച്ചു വന്നത്. ദുനിയാവിൽ തിളങ്ങുന്ന അവൻ്റെ മുഖം നാളെ പരലോകത്ത് ജ്വലിക്കുന്ന നരകാഗ്നിയിലാണ് കിടന്നെരിയുക. ഇത് രണ്ടും യോജിച്ചു വന്നിരിക്കുന്നു. ആ കുനിയത്ത് അള്ളാഹു ഖുർആനിൽ പ്രയോഗിച്ചു. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവൻ്റെ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. അബ്ദുൽ ഉസ്സ, ഉസ്സ അവരുടെ മുശ്രിക്കുകളുടെ ഇലാഹുകളിൽ ഒരു ഇലാഹാണ്. മുശ്രിക്കുകളുടെ പ്രധാനപ്പെട്ട 3 ഇലാഹുകളായിരുന്നു ലാത്ത്, ഉസ്സ, മനാത്ത്. ഖുർആനിൽ സൂറത്തു നജ്മിൽ അള്ളാഹു ഈ 3 എണ്ണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത്ത അസ്സാലിസത്തൽ ഉഖ്റ. ലാത്തയും ഉസ്സയും മൂന്നാമത് പിന്നെ ഒരു മനാത്തയും നിങ്ങൾ കണ്ടില്ലേ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മുശ്രിക്കുകളുടെ പ്രധാനപ്പെട്ട 3 ഇലാഹുകളായിരുന്നു. അവർ അഭിമാനം കൊണ്ടിരുന്നു ആ ഇലാഹുകളുടെ പേരിൽ. അബൂ സുഫിയാൻ ഉഹദ് യുദ്ധം കഴിഞ്ഞ് മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, ലനാ ഉസ്സ വല ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജീബു, അവന് മറുപടി പറയും. എന്താണ് മറുപടി പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു മൗലാന വല മൗലാ ലക്കും, അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷാധികാരി, നിങ്ങൾക്കൊരു രക്ഷാധികാരിയില്ല. ഖുർആനിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്, ദാലിക ബിഅന്ന അല്ലാഹ മൗലൽ ലദീന ആമനു വഅന്നൽ കാഫിരീന ലാ മൗലാ ലഹും. സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു പറഞ്ഞു, മുഅ്മിനീങ്ങളുടെ രക്ഷാധികാരിയാണ് അള്ളാഹു,
എന്നാൽ അള്ളാഹുവിനെ നിഷേധിച്ചവർക്ക് ഒരു രക്ഷാധികാരിയില്ല. ഇങ്ങനെയുള്ള അവരുടെ ഇലാഹുകളിൽ ഒരു ഇലാഹാണ് ഉസ്സ. ഈ ഉസ്സയുടെ അബ്ദാൻ, ഉസ്സയുടെ അടിമയാണ് എന്നതാണ് അവൻ്റെ പേരിൻ്റെ അർത്ഥം. അള്ളാഹു അല്ലാത്ത ഈ ബിംബത്തിൻ്റെ അബ്ദ് എന്ന ഒരു പദം, ബിംബത്തിലേക്ക് ഉബൂദിയത്ത്, അടിമത്തം ചേർത്തി പറയുന്ന ഈ പദം അള്ളാഹു അവൻ്റെ ഖുർആനിൽ ഉപയോഗിച്ചില്ല. റബ്ബിൻ്റെ കലാമിൽ അള്ളാഹു അത് കൊണ്ടുവന്നില്ല. മറിച്ച് അബുലഹബ് എന്ന അവൻ്റെ പേര് കൊണ്ടുവന്നിരിക്കുന്നു. തബ്ബത് യദാ അബി ലഹബിൻ വതബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. മാ അഗ്ന അൻഹു, അവന് പ്രയോജനപ്പെട്ടില്ല. മാ അഗ്ന അൻഹു, അവന് പ്രയോജനപ്പെട്ടില്ല. മാലുഹു, അവൻ്റെ സമ്പത്ത്, വമാ കസബ്, അതുപോലെ അവൻ സമ്പാദിച്ചതും. പണമല്ലാത്ത അവൻ്റെ കസ്ബിൽപ്പെട്ട അവൻ്റെ മക്കൾ, അതുപോലുള്ള കാര്യങ്ങൾ, അവൻ്റെ സ്ഥാനമാനങ്ങൾ ഒന്നും അവന് പ്രയോജനപ്പെട്ടില്ല. അബുലഹബ് നല്ല പണമുള്ള ആളുകളിൽ ഒരാളാണ്. അവൻ ധനികനായ, എത്രത്തോളം അവൻ്റെ ഭാര്യ ഉമ്മു ജമീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ദരിദ്രനാണ് എന്നത് നബിയുടെ ന്യൂനതയായി പറയാറുണ്ടായിരുന്നു എന്നാണ്. പൈസ ഇല്ലാത്ത ആൾ, പണമില്ലാത്ത ആൾ എന്ന നിലക്ക് മുശ്രിക്കുകൾക്ക് പലർക്കും ഈ വർത്തമാനമുണ്ടായിരുന്നു. അവരിൽ ചിലർ അവർ പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് ഈ ഖുർആൻ ഇറങ്ങിയില്ല അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം, മക്കയിലോ തായിഫിലോ ഉള്ള ഒരു പണക്കാരൻ എന്തുകൊണ്ട് ഈ ഖുർആൻ ഇറങ്ങിയില്ല, നല്ല പണമുള്ള സ്ഥാനമാനമുള്ള ഒരാൾ എന്തുകൊണ്ട് അള്ളാഹു നബിയാക്കിയില്ല എന്നവർ ചോദിച്ചിരുന്നു എന്നാണ്. അള്ളാഹു അതിന് മറുപടി പറഞ്ഞു, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവനാണോ വീതിച്ചു കൊടുക്കുന്നത്. നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ ഈ മഈശത്ത് വീതിച്ചു കൊടുത്തതും നാമാണ്. പണമുള്ളവനെ പണമുള്ളവനാക്കിയതും ഇല്ലാത്തവനാക്കിയതും റബ്ബാണ്. ആ റബ്ബ് തന്നെയാണ് നുബുവത്ത് കൊടുക്കുന്നത്. അവരാണോ ഇത് വീതിച്ചു കൊടുക്കുന്നത്? അപ്പം അവൻ പണമുള്ള, അബൂലഹബ് പണമുള്ള സ്ഥാനമുള്ള ആളാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്, സംശയമില്ല. അബ്ദുൽ മുത്തലിബ് ആ നാട്ടിൽ ഖുറൈശികളുടെ നേതാവായിരുന്നു. നേതാവിൻ്റെ മകനാണ്. സ്വാഭാവികമായും അവന് സ്ഥാനമാനങ്ങളുണ്ടായിരുന്നു, അതുപോലെ പണമുണ്ടായിരുന്നു. എത്രത്തോളം ബദറിന് അവൻ പോകാതെ, ബദർ യുദ്ധത്തിന് പോകാതെ അയാൾക്ക് കടം കൊടുക്കാനുണ്ടായിരുന്ന ഒരാളെ പറഞ്ഞയച്ചു എന്നാണ്. എനിക്ക് ഈ യുദ്ധത്തിന് പോകുന്നതിന് പകരം നീ എന്ത് ചെയ്യണം, കടം തരണ്ടില്ല, കുടുംബത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കളാം, എനിക്ക് പകരം നീ പോകണം എന്ന് പറഞ്ഞ് വേറൊരാളെ പറഞ്ഞയച്ചു എന്നാണ്. അബൂലഹബ് ബദറിൽ പങ്കെടുത്തിട്ടില്ല. ബദറിൽ പങ്കെടുത്ത കുഫറിൻ്റെ ഷിർക്കിൻ്റെ തലവന്മാരൊക്കെ കൊല്ലപ്പെട്ടിരുന്നു. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെ അടങ്ങുന്ന തലവന്മാരൊക്കെ കൊല്ലപ്പെട്ടിരുന്നു. പക്ഷേ ഈ തല പുറപ്പെട്ടു വന്നിരുന്നില്ല, മറ്റൊരാളെ പറഞ്ഞയക്കാണ് ചെയ്തത്. ആ പറഞ്ഞയക്കാൻ മാത്രം ഇയാളുടെ കയ്യിൽ പണമുണ്ടായിരുന്നു. എന്നാൽ പരലോകത്ത് അതൊന്നും അവന് പ്രയോജനപ്പെട്ടില്ല. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, അവനതൊന്നും പ്രയോജനപ്പെട്ടില്ല. നോക്കൂ, ദുനിയാവിലും അവന് അത് യാതൊരു പ്രയോജനവും ചെയ്തില്ല. ഈ യുദ്ധത്തിന് പോയില്ല, പക്ഷേ യുദ്ധത്തിൽ പരാജയത്തിൻ്റെ വാർത്ത, മുശ്രിക്കുകൾ ഒന്നാകെ പരാജയപ്പെട്ട വാർത്ത അവൻ കേട്ടു. അതോടെ മാനസികമായി ഉള്ള ആ തളർച്ചയും ക്ഷീണവും അവർക്ക് അനുഭവപ്പെട്ടു. മക്കക്കാർ, മുശ്രിക്കുകൾ വലിയ പ്രയാസത്തിൽ ആയിപ്പോയി എന്നാണ്. ഈ ബദറിലെ തോൽവിയിൽ എത്രത്തോളം അവർ എന്തു ചെയ്തില്ല, ബദറിലെ തോൽവി ഓർത്ത് കരഞ്ഞില്ല. എന്തുകൊണ്ടാണത്? കരഞ്ഞ് നിലവിളിച്ച് ആ വിവരം മദീനക്കാർക്ക് കിട്ടി അവർ സന്തോഷിക്കാതിരിക്കാൻ. അതോടുകൂടി എന്താണ് ഉണ്ടായത്? യഥാർത്ഥത്തിൽ നീറിപ്പോവുകയാണ് ചെയ്തത്. കാരണം കരഞ്ഞാൽ പൊതുവെ ആളുകൾക്കൊരു ആശ്വാസം ലഭിക്കും, പക്ഷെ അതിനും പറ്റിയില്ല. യഥാർത്ഥത്തിൽ അത് അവർക്ക് അതാപായി മാറുകയാണ് ചെയ്തത്. കരാതിരിക്കാൻ തീരുമാനിച്ചത് എന്തായി മാറി? അവർക്കത് ബുദ്ധിമുട്ടാണ്. കാരണം ഉള്ളിൽ ഇതിങ്ങനെ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പരാജയത്തിൻ്റെ വാർത്ത കൊണ്ട് അവൻ ശിക്ഷിക്കപ്പെട്ടു. അതുകൂടാതെ ബദറിന് ശേഷം ഏതാനും നാളുകൾ മാത്രമേ അബൂലഹബ് ജീവിച്ചിരുന്നിട്ടുള്ളൂ. ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അബൂ റാഫിഅ എന്ന് പറയുന്ന, ഇത് ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിലുള്ള ഒരു റിവായത്താണ്, ഹദീസ് പോലെയല്ല, ചരിത്രത്തിലെ ചില ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അബൂ റാഫിഅ എന്ന ആൾ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ അബ്ബാസിൻ്റെ അടിമയായിരുന്നു എന്നാണ്. അവർക്ക് രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു, മക്കയിലുള്ളവരായിരുന്നു. ഉമ്മുൽ ഫദ്ൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പിതൃവ്യൻ, അബ്ബാസിൻ്റെ ഭാര്യ,
ഇവർക്ക് രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അബ്ബാസും അതെ. പക്ഷെ അബ്ബാസ് മുശ്രിക്കുകളുടെ കൂടെ നിർബന്ധിക്കപ്പെട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു പോവുകയും അങ്ങനെ അടിമയായി മുസ്ലിമുകളുടെ കയ്യിൽ ബന്ദിയായി പിടിക്കപ്പെടുകയും പിന്നീട് ഇസ്ലാം പരസ്യമാക്കുകയുമൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അബൂലഹബ് മക്കയിലിരിക്കവേ അബൂ സുഫിയാൻ വന്നിട്ട് ബദറിലെ പരാജയത്തിൻ്റെ കഥ പറഞ്ഞു. ബദറിലെ പരാജയത്തിൻ്റെ കഥ പറഞ്ഞു എന്ന് മാത്രമല്ല, ഏതുപോലെയാണ് യുദ്ധമുണ്ടായത്, ഞങ്ങൾ അവരുടെ നേരെ ചെന്നു, അവരിങ്ങനെ തോന്നുന്നത് പോലെ ഞങ്ങളുടെ ആളുകളെ കൊന്നൊടുക്കി, ഇങ്ങനെയാണ് യുദ്ധമുണ്ടായത്. ചില ആളുകളെ ഞാൻ കണ്ടു, അവരെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ബദറിൽ യുദ്ധത്തിൽ ചില ആളുകളെ ഞങ്ങൾ കണ്ടു, ഇതുവരെ ഞാൻ കാണാത്ത ഒരു കൂട്ടരാണവർ. അപ്പോൾ അബൂ റാഫി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് മറച്ചു വെച്ച അടിമയായിരുന്നു. അദ്ദേഹം പറഞ്ഞു എന്നാണ്, വല്ലാഹി അത് മലക്കുകളാണ്. ഇത് പറഞ്ഞ ഉടനെ അബൂലഹബ് ദേഷ്യപ്പെട്ട് അബൂ റാഫിനെ അടിച്ചു. ഉമ്മുൽ ഫദ്ൽ അഥവാ ഇത് അബൂ റാഫി അടിമയാണ്, അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥൻ അബ്ബാസിൻ്റെ ഭാര്യ ഉമ്മുൽ ഫദ്ൽ ഒരു വടിയെടുത്ത് അബൂലഹബിൻ്റെ തലയിൽ അടിച്ചു എന്നാണ് ഇത് കണ്ടപ്പോൾ. കാരണം എൻ്റെ ഭർത്താവിൻ്റെ അടിമയാണ് ഇദ്ദേഹം, ഇയാൾ നീ എങ്ങനെയാണ് അടിക്കുക എന്ന് പറയും. പിന്നീട് ഏതാനും ദിവസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ ആദസ എന്നു പേരുള്ള വളരെ മോശമായ പ്ലേഗ് രോഗത്തിന് സമാനമായ ഒരു വ്യാധി, ഒരു രോഗം അബൂലഹബിന് പിടിപെട്ടു. അത് മക്കയിലെ ആളുകൾ അതിവേഗം പടരുന്ന ഒരു രോഗമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് അത് ബാധിച്ചാൽ അവർ വല്ലാതെ പേടിച്ചിരുന്നു. ഇങ്ങനെ ശരീരത്തിൽ വ്രണങ്ങൾ ബാധിക്കുന്ന ഒരു അസുഖം അത് ബാധിച്ചതോടെ ആരും തിരിഞ്ഞു നോക്കാതായി, ആൺമക്കൾ പോലും അടുത്തേക്ക് പോകാതായി. അങ്ങനെ ഇത് ബാധിച്ച് പുഴുത്ത് അബൂലഹബ് മരണപ്പെട്ടു. മരിച്ചതിന് ശേഷവും മക്കൾ മറമാടാൻ ചെന്നില്ല. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ആളുകൾക്കിടയിൽ ദുഷ്പേര് പേടിച്ചിട്ടു, സ്വന്തം ഉപ്പ മരിച്ചിട്ട് ഒന്നും തിരിഞ്ഞു നോക്കിയില്ല, മറമാടാൻ ചെന്നില്ല എന്ന ദുഷ്പേര് പേടിച്ച് ഈ മക്കൾ ഒരു കുഴി കുഴിക്കുകയും എന്നിട്ട് ദൂരെ നിന്ന് വടി ഉപയോഗിച്ച് ഇയാളുടെ ശരീരം അതിലേക്ക് തള്ളിയിടുകയും അതിനു മുകളിൽ കല്ലും മണ്ണും ഇടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൻ്റെ കിതാബുകൾ ഇമാം തബരിയെ പോലെയുള്ള ആളുകൾ റിവായത്ത് ചെയ്തത് കാണാം. ഈ രൂപത്തിൽ 2 പരാജയവും അബൂലഹബ് അനുഭവിച്ചിരുന്നു. ബദറിലെ പരാജയം അയാൾ നേരിട്ടതിൽ പങ്കെടുത്തിട്ടില്ല എങ്കിലും ആ പരാജയത്തിൻ്റെ വാർത്ത അറിയിക്കുക. അതിനുശേഷം ഈ രൂപത്തിൽ അങ്ങേയറ്റം മോശമായ രൂപത്തിലാണ് അബൂലഹബ് മരണപ്പെട്ടത്. ഒന്നും അവന് പ്രയോജനപ്പെട്ടില്ല. മാഗ്ന അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ്. പരലോകത്താകട്ടെ അതിനേക്കാൾ വലുതാണ് കാത്തിരിക്കുന്നത്. സയസ്ലാ നാറൻ, അവൻ നരകത്തിൽ കിടന്നെരിയുന്നതാണ്. ദാത ലഹബ്, ലഹബുള്ള നരകത്തിൽ. ഒക്കെ അവൻ്റെ പേരിനോട് യോജിച്ച വിശേഷണമാണ്. ജ്വലിക്കുന്ന അഗ്നിയുള്ള നരകത്തിൽ അവൻ കിടന്നെരിയുന്നതാണ്. സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു, അവൻ്റെ ഭാര്യയും ഹമ്മാലത്തുൽ ഹതബ്. ഹതബ് ചുമക്കുന്ന സ്ത്രീ. ഹതബ് എന്നാൽ വിറകാണ്, ഹമ്മാല എന്നാൽ ധാരാളമായി ചുമക്കുന്നവൾ എന്നാണ്. അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ എന്നു പേരുള്ള സ്ത്രീയായിരുന്നു. അബൂലഹബിന് ഒത്ത ഭാര്യയായിരുന്നു അത്. തൻ്റെ ഭർത്താവിൻ്റെ തിന്മ തടയുകയോ അത് വിലക്കുകയോ ചെയ്യാതെ ആ കുഫറിലും അതിക്രമത്തിലുമെല്ലാം അയാൾക്ക് കൂട്ടായി സഹായിയായി നിന്ന് ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ഇസ്ലാമിൻ്റെ നബിയോടും സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടിയ പകയും വിദ്വേഷവും വെച്ചു പുലർത്തിയിരുന്ന സ്ത്രീയായിരുന്നു ഉമ്മു ജമീൽ. ഹദീസുകൾ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരാൻ ഒരിടവേളയുണ്ടായപ്പോൾ ഉമ്മു ജമീൽ വന്ന നബിയോട് പറഞ്ഞു എന്നാണ്, നിൻ്റെ അരികിൽ വന്നിരുന്ന ആ ശൈത്താൻ നിന്നെ ഉപേക്ഷിച്ചു പോയി. വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരാനൊരു തടസ്സമുണ്ടായപ്പോൾ വന്ന് പറയുന്ന വാക്കാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു ഉടനെ ആയത്തുകൾ ഇറക്കി, വദ്ദുഹാ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല. നിൻ്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല, വമാ ഖല, റബ്ബ് നിന്നോട് കോപിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള സ്ത്രീയാണ് ഉമ്മു ജമീൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നടക്കുന്ന വഴിയിൽ രാത്രിയിൽ മുള്ളുകൾ കൊണ്ടുവന്നിടാറുണ്ടായിരുന്നു എന്ന് ധാരാളം മുൻഗാമികൾ ഉമ്മു ജമീലിനെ കുറിച്ച് പറഞ്ഞത് കാണാം. അതാണ് ഈ ആയത്തിലെ ഹമ്മാലത്തുൽ ഹതബ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്നും മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മറ്റു ചിലർ പറഞ്ഞു, അവൾ ഈ ലോകത്ത് ഭർത്താവിനെ കുഫറിലും ദുലുമിലും സഹായിച്ചു എന്നതുപോലെ
നാളെ പരലോകത്ത് അവൾ ഭർത്താവിനെ കത്തിക്കാനുള്ള തീയിൽ വിറകുകൾ കൊണ്ടുപോയിട്ട് കൊടുക്കും എന്ന്. ഈ രൂപത്തിൽ അതിക്രമം ചെയ്യുന്നതിന് ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അതുകൂടാതെ മറ്റു ചിലർ പറഞ്ഞു ഹമ്മാലത്തുൽ ഹത്തബ് എന്നത് നമീമത്തുമായി നടക്കുന്നു എന്ന അർത്ഥത്തിലും പറയും. അതായത് ഏഷണയുമായി നടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ആളുകളെ ഇളക്കി വിടാൻ ഏഷണയുമായി നടക്കുന്ന സ്വഭാവം അവൾക്കുണ്ടായിരുന്നു. ഈ വിശദീകരണങ്ങൾ പരസ്പരം എതിരായതല്ല. ഇതൊന്നും പരസ്പരം യോജിക്കുന്നതിന് ഒരുമിച്ച് വരുന്നതിന് യാതൊരു തടസ്സവുമില്ല. കാരണം നമീമത്തുകാരൻ പൊതുവെ അവൻ്റെ പണി എന്താണ്? ഏഷണിക്കാരൻ്റെ പണി കത്തിക്കലാണ്. കത്തിക്കുക എന്നുള്ളതാണ് ഏഷണിക്കാരൻ്റെ പണി, അപ്പുറത്തും കത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ അതിന് വിറക് കൊണ്ട് കൊടുക്കുക എന്ന സ്വഭാവം അവൾക്കുണ്ടായിരുന്നു. ഹമ്മാലത്തുൽ ഹത്തബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹത്തബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. നരകത്തിലെ അവളുടെ അങ്ങേയറ്റം നിന്ദ്യമായ ഭീകരമായ അവസ്ഥ സൂചിപ്പിക്കുന്ന കാര്യമാണ് അവസാനത്തെ ആയത്തിൽ പറഞ്ഞത്. ഫിജീദിഹ എന്നാൽ ഫി ഉനുഖിഹ, അവളുടെ കഴുത്തിലുണ്ട് ഹബ്ലുൻ, ഒരു കയറുണ്ട്. മിൻ മസദ്, മസദിൻ്റെ കയർ. മക്കക്കാർ ഉപയോഗിച്ചിരുന്ന കയറായിരുന്നു മസദ് കൊണ്ടുള്ള കയർ. അത് ലീഫ് അഥവാ ഈത്തപ്പന നാരുകൊണ്ടുള്ള കയറാണ് എന്ന് മുൻഗാമികൾ പറഞ്ഞത് കാണാം. നരകത്തിൽ അവളുടെ കഴുത്തിൽ അത് ഇരുമ്പിൻ്റെ കയറായിരിക്കും എന്നും മുൻഗാമികൾ ആ ആയത്തുകളുടെ തഫ്സീറിൽ, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട്. അവളുടെ കഴുത്തിൽ ഇങ്ങനെ കയറുകൊണ്ട് അവളെ നരകത്തിൽ ഉയർത്തുകയും എന്നിട്ട് നരകത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവളെ താഴേക്ക് വലിച്ചിട്ട് കൊണ്ടിരിക്കുകയും ചെയ്യും എന്നാണ്. നഊദു ബില്ലാഹ്. അപ്പോൾ നോക്കൂ, ഈ രൂപത്തിൽ അവനെയും അവൻ്റെ ഭാര്യയെയും അള്ളാഹു ശപിക്കുകയും അവർക്ക് നരകമുണ്ടെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ, ഈ സൂറത്ത് ഇസ്ലാം സത്യമാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ യഥാർത്ഥ റസൂലാണ് എന്നതിനുള്ള പ്രകടമായ തെളിവുകളിലൊന്നാണ്. കാരണം റബ്ബ് ഈ സൂറത്ത് അവതരിപ്പിച്ചത് എപ്പോഴാണ്? അബൂ ലഹബും അവൻ്റെ ഭാര്യയും ജീവിച്ചിരിക്കുമ്പോഴാണ്. മക്കിയത്തായ സൂറത്താണിത്. അബൂ ലഹബും അവൻ്റെ ഭാര്യയും ജീവിച്ചിരിക്കെ ആണ് അള്ളാഹു ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അതോടെ ഉറപ്പാണ് എന്ത്? അവർ ഇനി ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കുകയില്ല. മരിച്ചതിന് ശേഷം ഇറങ്ങിയ സൂറത്തല്ല ഇത്. അവരൊരിക്കലും ഇസ്ലാം സ്വീകരിക്കില്ല. അള്ളാഹു പറഞ്ഞതുപോലെയാണ് സംഭവിച്ചത്. ഒരിക്കലും ഇസ്ലാം അവർ സ്വീകരിച്ചിട്ടില്ല. എന്നു മാത്രമല്ല, ഒരിക്കൽ പോലും മുഹമ്മദ് നബി പറഞ്ഞത് കളവാണ് എന്ന് ആളുകൾക്ക് തോന്നിപ്പിക്കാനെങ്കിലും ഒരു ദിവസം വെറുതെ ഞങ്ങളിത് ഇസ്ലാം സ്വീകരിച്ചിരിക്കും എന്നവർ പറയുക കൂടി ചെയ്തില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ഈ സൂറത്ത് തെറ്റായി എന്ന് വന്നില്ലേ? പക്ഷെ അങ്ങനെ പോലും ചെയ്തു. എന്തുകൊണ്ടാണത്? കാരണം അവരെ അറിയുന്ന, അവരുടെ കൽബറിയുന്ന, അവരുടെ മസീർ, അവരെവിടേക്ക് പോകും, അവരുടെ അന്ത്യം എങ്ങനെയാണ് എന്നറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ് അവൻ്റെതാണ് ഈ ഖുർആൻ. അവൻ അവതരിപ്പിച്ചതാണ് ഖുർആൻ. അതിലെ സൂറത്താണിത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ജനങ്ങൾക്ക് ഓതി കൊടുക്കുകയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അബൂ ലഹബും ഭാര്യയും ജീവിച്ചിരിക്കെ സ്വന്തം പിതൃ സഹോദരനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് ഓതി കൊടുക്കുകയാണ്. സഹാബത്ത് അത് അവർ നബിയിൽ നിന്ന് ഓതി പഠിക്കുകയാണ്. അന്ത്യനാൾ വരെ മുസ്ലിമീങ്ങൾ ഇത് ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്തൊരു അത്ഭുതമാണ് കാര്യം എന്ന് ചിന്തിച്ച് നോക്കൂ. ഇതിലുള്ള വലിയൊരു പാഠമാണ്. എത്ര നല്ല ആളുകളാകട്ടെ, അവരോടുള്ള എത്ര അടുത്ത കുടുംബ ബന്ധം പോലും ഈമാനില്ല എങ്കിൽ പ്രയോജനപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖറാബ, നബിയുടെ കുടുംബമായിരിക്കുക എന്നത് ശ്രേഷ്ഠതയാണ്. പക്ഷേ ഈമാൻ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ആ ശ്രേഷ്ഠത കൊണ്ട് ഉപകാരമുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അവനുള്ളത് നാശമായിരിക്കും. അള്ളാഹുവിൻ്റെ നബിമാരുടെ ബന്ധുക്കളായ നശിച്ചുപോയ ഒരുപാട് ആളുകളുടെ കൂട്ടത്തിലാണ് അവനും ഉൾപ്പെടുക. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പിതാവിൻ്റെ സ്ഥിതി എന്താണ്? ബിംബാരാധകനായിരുന്ന പിതാവാണ്. അതിലായിട്ടാണ് മരിച്ചത്. പരലോകത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മുന്നിൽ വെച്ച് ആളെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ്. അതുപോലെ അള്ളാഹു ഖുർആനിൽ നൂഹ് നബിയുടെ, ലൂത്ത് നബിയുടെ ഭാര്യമാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബിയുടെ മകനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നബിമാരുടെ ബന്ധുക്കളായിട്ട് പോലും പ്രയോജനമില്ല എങ്കിൽ ഈമാനും സാലിഹായ അമലുമല്ലാതെ ഒരാളെയും രക്ഷപ്പെടുത്തുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈമാനോടെ സാലിഹായ അമലുകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ, അതിലായി മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. السلام عليكم ورحمة الله وبركاته.